ഹലോ, നമസ്കാരം. ആദ്യം എൻ്റെ ഒരു ഇമോഷൻ പങ്കുവയ്ക്കാം, ഒരു 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 സന്തോഷം പങ്കുവയ്ക്കാം. വീരാധീര സൂറ ഈ സിനിമ വൈകുന്നേരം 5:45 ഷോനാണ് ഞാൻ കയറുന്നത്. അതായത് സിനിമ ഇറങ്ങി അടുത്ത ദിവസം, അതായത് ഇന്ന്. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു വിക്രത്തിൻ്റെ സിനിമ കാണാൻ. ഐ റിയലി ഫെൽറ്റ് ഹാപ്പി. എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഐ റിയലി ഫെൽറ്റ് ഹാപ്പി. കാരണം ഇന്നലെ ഈ സിനിമ കണ്ട ആളുകളുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ഈ സിനിമയ്ക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകളുടെ അഭിപ്രായങ്ങൾ കേട്ട സമയത്ത് തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു ഫോർ ചിയാൻ വിക്രം. കാരണം പുള്ളിയുടെ ഒരു സിനിമ വന്നിട്ട് അതിന് നല്ല റെസ്പോൺസ് കുറേ അതിൽ കിട്ടിയിട്ട്, അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് അങ്ങനെ കിട്ടുന്നത് കണ്ട സമയത്ത് വളരെ സന്തോഷം ആക്ച്വലി തോന്നി. അങ്ങനെ ഇന്ന് വൈകുന്നേരം കാണാൻ വേണ്ടി പോയപ്പോൾ അത്യാവശ്യം നല്ല ആളുകൾ ആക്ച്വലി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ ഞാനൊരു സിനിമ കണ്ടു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നു, സ്ഥലം വിടുന്നു എന്നുള്ളതാണ് പതിവ്. വളരെ ചുരുക്കം ചില സിനിമകളൊക്കെയാണ് ഞാൻ പിന്നെ ഒരു സജഷൻ എന്നുള്ള രീതിയിൽ നിങ്ങളും പോയി ഒന്ന് കണ്ടു നോക്ക്, നല്ലൊരു സിനിമയാണ് എന്നൊക്കെ പറയലുള്ളത്. ഈ ഒരു സിനിമയുടെ കേസിൽ ഞാൻ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ടൊന്ന് കണ്ട് നോക്ക്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു സിനിമ, വളരെ നല്ലൊരു ചിയാൻ വിക്രമിൻ്റെ സിനിമ. ഇതാണ് ഈ ഒരു സിനിമയെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇമോഷണലായിട്ട് പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഏത് നടൻ്റെ ഫാനും ആയിക്കോട്ടെ, ഏത് നടൻ്റെ, ലാലേട്ടൻ, മമ്മൂക്ക, വിജയ്, സൂര്യ, ആരുടെ ആയിക്കോട്ടെ, ഏത് നടൻ്റെ ഫാനാണെങ്കിലും നമ്മളെല്ലാവരും വിക്രത്തിൻ്റെ ഫാനാണ്. വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റു നടന്മാരായിട്ട് കമ്പയർ ചെയ്യുന്നൊന്നുമല്ല, വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ മാതിരി, അവർ വേറെ റേഞ്ച്, അവർ വേറൊരു ലീഗ്. അങ്ങനെയാണ് ഞാൻ അയാളെ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായ? അയാൾ ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ്, അയാൾ ഡിസേർവ് ചെയ്യുന്നൊരു വിജയം അയാൾക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഓഫ് കോഴ്സ്. അന്യൻ, നമുക്ക് അയാളുടെ റേഞ്ച് എന്താണെന്നറിയാം. പിന്നെ ലാസ്റ്റ് വന്നത് അയ്യാണ്, കിടിലൻ സിനിമ എന്ന് പറയാം. അതിനുശേഷം പുള്ളിക്ക് എവിടെയുണ്ട് ഹിറ്റ്? എല്ലാം പൊട്ടലാണ്. പൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടക്കം പൊട്ടിക്കലായിരുന്നു. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ത ലെവലിൽ നിൽക്കുന്ന ആക്ടറിൻ്റെ സിനിമ അതിനൊക്കെ ശേഷം പല സിനിമകൾ ഇറങ്ങിയിട്ട് കാണാൻ വേണ്ടി പോയ സമയത്ത് ആളില്ലെന്ന്. വിക്രത്തിൻ്റെ സിനിമ കാണാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ഇതൊരു പരിതാപകരമെന്ന് ആലോചിച്ച് നോക്ക്. കോബ്ര ഞാൻ കാണാൻ വേണ്ടി പോയ സമയത്ത് ആൾക്കാരുണ്ട്, മനസ്സിലായ? പക്ഷെ ആൾക്കാർ സിനിമയൊന്നും കാണുന്നില്ല. ഫോണൊക്കെ നോക്കി ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുന്ന അവസ്ഥയൊക്കെ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വിക്രമിനെ പോലത്തെ ഒരു നടൻ്റെ പടം സംഭവിച്ചുകൊണ്ടിരുന്ന അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി പറയുന്നത്. കാണാൻ ആളില്ലാത്ത അവസ്ഥ. പിന്നെ ആറ്റുനോറ്റൊരു പടം, മറ്റേ മഹാൻ എന്ന് പറഞ്ഞൊരു സിനിമ, അതാണ് ആകെ കിട്ടിയ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്. അത് പിന്നെ അങ്ങനെ രീതിയിൽ കൺസിഡർ ചെയ്യാനും ആക്ച്വലി പറ്റില്ല. കാരണം അത് OTT റിലീസാണ്. നല്ലൊരു സിനിമ, എന്തൊരു പെർഫോമൻസ് ആയിരുന്നു, പുള്ളിയുടെ ഒരു സ്വാഗും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക ജാതി മനുഷ്യനാണ് പുള്ളിയുടെ ഒരു പ്രത്യേകതരം ഒരു സ്വാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊരു എന്ത് പെർഫോമൻസ് ആയിരുന്നു, കിടിലൻ സിനിമയായിരുന്നു വിക്രത്തിൻ്റെ. അതാണെങ്കിൽ OTT-യിലും പോയി. പിന്നെ തങ്കലാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സീരിയസ്ലി മാൻ, ഐ റിയലി ഫെൽ ബാഡ് അബൌട്ട് ദാറ്റ് മൂവി. ഞാൻ കണ്ട സിനിമയാണ്, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ അകത്ത് ആസ് എൻ ആക്ടർ എന്തോ ഒരു എഫേർട്ടാണ് പുള്ളി എടുത്തിരിക്കുന്നത്. ആസ് എൻ ആക്ടർ അയാൾ എജാതി പെർഫോമൻസ് ആണ് അതിൻ്റെ അകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും എവിടെയും തൊടാതെ പോയി. അയാൾ ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ് അത് ആ സിനിമയിലൂടെയും ആക്ച്വലി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യം ആക്ച്വലി ഉണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ എനിക്ക് വിക്രത്തിൻ്റെ കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇമോഷണലി തന്നെയാണ് സംസാരിക്കുക. ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇമോഷണലി അയാളോട് സ്നേഹമൊക്കെ ആക്ച്വലി ഉണ്ട്. മനസ്സിലായില്ല? അതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ ധീര സൂര്യൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ പറയേണ്ടായിരുന്നു, ഹിറ്റാവണം. ഞാൻ വളരെ ഇത് അങ്ങനെ ആഗ്രഹിച്ചിട്ട് നടക്കുന്ന ഒരു സിനിമയായിരുന്നു വീരധീര സൂര്യ. ഇത് ഹിറ്റ് വരണം, അയാൾ ഡിസേർവ് ചെയ്യുന്നൊരു സക്സസ് വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സാധനമായിരുന്നു. അങ്ങനെ കണ്ടു, റിയലി സാറ്റിസ്ഫൈഡ്. ഭയങ്കരമായിട്ട് സിനിമ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് ഇതൊരു മുഴുനീളം മാസ് മസാല സിനിമ. അതൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് പോകരുത്. ഈ സിനിമയുടെ ഡയറക്ടർ നിങ്ങൾക്കറിയാം, അരുൺ, മറ്റേ ചിത്ത എന്ന് പറയുന്ന സിനിമയൊക്കെ എടുത്തൊരു ഡയറക്ടറൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രീതിയിലൊക്കെ പോകുന്നു, ഞങ്ങൾക്കൊന്നും പറയുന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച്
പരിപാടികൾ ആക്ച്വലി ഉണ്ട്. സുരാജ് ഓഫ് കോഴ്സ് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പരിപാടികളൊക്കെ അടിപൊളി, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ ആണെന്നുണ്ടെങ്കിലും. അതേപോലെ തുഷാര വിജയനായിക്കോട്ടെ, അവർ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോം ചെയ്യുന്നവർ കൊടുത്ത സാധനം നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ജിയാൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ജിയാനെ കുറിച്ചിട്ട് എന്താ പറയുക, പുള്ളിക്ക് ഇതൊക്കെ കേക്ക് വോക്കാണ്, ഭയങ്കര കേക്ക് വോക്കാണ് പുള്ളിക്ക്. കാരണം അന്യം പോലൊരു സിനിമ ചെയ്തു വെച്ച ചങ്ങാതിയാണ്. അന്യം പോലൊരു സിനിമ ചെയ്തു വെച്ച ചങ്ങാതിയാണ്. അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളാണ് പുള്ളി. ആയിക്കോട്ടെ, ഏത് സിനിമയിലാണ് അത്ര എഫേർട്ട് എടുക്കുന്ന ചങ്ങാതിയാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുക, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പെർഫോം ചെയ്യുക എന്ന് പറയുന്ന സംഭവം അയാളെ സംബന്ധിച്ചിടത്തോളം വിക്രം പണി വെച്ചിരിക്കണമെന്ന് അങ്ങനെ പറയേണ്ട കാര്യമില്ല. അയാൾ ആ ക്യാരക്ടർ വേറെ റേഞ്ചിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപാര പെർഫോമർ അല്ലേ അയാൾ. തന്നെ ഒരു അപാര പെർഫോമർ എന്ന് പറയുന്നതിനെക്കാട്ടിലും ഉപരി അയാൾ നിങ്ങൾ ഭയങ്കര കീനായിട്ട് വാച്ച് ചെയ്ത് നോക്ക്. അയാളുടെ ഈച്ച് ആൻഡ് എവറിത്തിങ് അത് എന്താ പറയുക, ചെറിയ സീനായിക്കോട്ടെ, ചെറിയ ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വലുതോ എന്തോ ആയിക്കോട്ടെ, അതിൽ അയാൾ കൊടുക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ബോഡി ലാംഗ്വേജ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാവുന്ന അങ്ങേരുടെ കുറേ ഒരു വേരിയേഷൻസും പരിപാടികളൊക്കെ ഉണ്ട്. അത് മഹാനിലും ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് വേറെ റേഞ്ച്, വേറെ ലീഗിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് ചിയാൻ വിക്രം എന്ന് പറയുന്നത്. നല്ല രസമാണ് ഇങ്ങനെ പുള്ളിനെ കണ്ടിരിക്കാൻ. പുള്ളിയുടെ പെർഫോമൻസ്, പുള്ളി വന്ന് നിന്നാൽ തന്നെ അയാളെ കണ്ടിരിക്കുക, നമുക്ക് മനസ്സിലായില്ലേ, അയാളെ ഇങ്ങനെ കണ്ടിരിക്കുക. ഇതിൻ്റെ അത് ഞാൻ പറഞ്ഞല്ലോ, അത് മുഴുനീള മാസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അല്ല. ഓക്കെ, അത് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ഇതിൻ്റെ അകത്ത് വിക്രമിൻ്റെ ചില പരിപാടികൾ വരുന്ന സമയത്ത് ഉണ്ടാവുന്നൊരു ആവേശമുണ്ട്. കയ്യടിയായിരുന്നു ഇതിൻ്റെ അകത്ത്. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കോണിട്ട് ഇങ്ങനെ വെച്ചിട്ട് സാധനം എടുത്തിട്ട് അതുകൊണ്ടൊരു വെട്ടി വെക്കണ ഒരു സീനുണ്ട്. ആവേശമായില്ലേ, അത് വെടിവെറ്റി എന്നുള്ളത് കൊണ്ടല്ല, അത് വിക്രം അത് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഷോട്ടുണ്ട്, കിട്ടിലും ഷോട്ടാണ്. അത് പറയുകയാണെങ്കിൽ പറയാൻ എനിക്കിഷ്ടമാണ് പറയാൻ, പക്ഷെ വേണ്ട, പറയുന്നില്ല. നിങ്ങൾ സിനിമ കാണും, അത് എങ്ങനെ അവരത് എടുത്ത്, എങ്ങനെ അവർ ഷൂട്ട് ചെയ്തത്, വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്, പൊളി സാധനം. ബാക്കി നിങ്ങൾ സിനിമ കാണും. അപ്പോൾ ഇതാണ് വീര ധീര സൂറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അതിനെക്കുറിച്ചിട്ട് പറയാനുള്ളത്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി മൈ ജെനുവിൻ ഇമോഷൻസ് പ്ലേയിങ് ഇൻ ബിറ്റ്വീൻ അബൌട്ട് വിക്രം. നല്ലൊരു സിനിമ ചിയാൻ വിക്രമിൻ്റെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചതിൻ്റേതായ ഒരു സന്തോഷമുണ്ട്. ആ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിക്ക് ആക്ച്വലി ഉണ്ട്. കാരണം അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് അയാൾ. പാവം എത്ര സമയം കളയുന്നത് അല്ലേ, എത്ര സമയം കളഞ്ഞു. ഈ അടുത്ത കാലത്തായിട്ട് നല്ല സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് എത്ര ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഈ സിനിമയ്ക്കകത്താണെങ്കിലും പുള്ളി പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മരമറക്കണ അങ്ങനെ വിക്രമിൻ്റെ കേസിൽ നമുക്കത് പറയാം. കാരണം അത് അന്യം ചെയ്ത് വെച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്, മനസ്സിലായില്ല. അയാളത് അവിടെ ആ റേഞ്ചിൽ വെച്ചിരിക്കണതുകൊണ്ട് അതിനുശേഷം പിന്നെ പുള്ളി ചെയ്യുന്ന ക്യാരക്ടറൊക്കെ അയാൾക്ക് ഇതൊക്കെ കേക്ക് വോക്കല്ലേ, അതാണ്. ഏതായാലും ഉഷാറോട്ടെ. എന്നാലും താങ്ക് യു ഫോർ ദിസ് മൂവി. അത് ഈ ഡയറക്ടറോടാണ് ആദ്യം നമ്മൾ ഓഡിയൻസ് താങ്ക്സ് പറയേണ്ടത്. കാരണം ഇവിടെ കുറേ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ അയാളെ വെച്ച് ഒന്നും ചെയ്യാനില്ലാണ്ട് എന്തൊക്കെയൊക്കെയോ ഇറക്കി വിട്ട് പണ്ടാരടക്കി വെക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ വന്ന് നല്ലൊരു സിനിമ കൊടുത്തല്ലോ. പിന്നെ ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് ഒന്നും ഞാൻ പറയുന്നില്ല, പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. പക്ഷേ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ടു സേ ദാറ്റ് ബിക്കോസ് ലെങ്ത് സംടൈംസ് നമുക്കൊരു ലെങ്ത് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്നൊരു നീങ്ങാത്ത പോലൊരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. ബട്ട് അതൊന്നും ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഞാനൊരു ആസ് എൻ ഓഡിയൻ അതൊരു നെഗറ്റീവായിട്ട് പറയാൻ എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ആഫ്റ്റർ ഓൾ ഈ ഒരു മൂവി വെർത്താണ്, തിയേറ്ററിൽ പോയിരുന്ന് കാണുന്നതിൽ വെർത്താണ്. സോ അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവായിട്ട് മറ്റതിനെ ഞാൻ കാണുന്നില്ല. സോ ജസ്റ്റ് യു ഗോ ആൻഡ് വാച്ച് ദ മൂവി ഇഫ് യു ലൈക്ക് ചിയാൻ വിക്രം. എന്താ പറയുക, നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണും. മറ്റതൊക്കെ പോയി കണ്ടു കാണുമല്ലോ അല്ലേ, കോബ്രയും മറ്റേ കുറേ സിനിമകളുടെ ഇടയിൽ പൊട്ടിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ പോയി കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതിലേക്ക് വാ, ഈ സിനിമ വന്ന് കാണും, നല്ല സിനിമയാണ്, മനസ്സിലായ. പിന്നെ എസ് ജെ സൂര്യ ഈ സിനിമയ്ക്കകത്ത്. എസ് ജെ സൂര്യ സാധാരണ നമുക്കറിയാം
പുള്ളി കുറച്ച് അടിപൊളി ആക്ടറാണ് പുള്ളി, നല്ല രസമാണ് പുള്ളി കണ്ടുകൊണ്ടിരിക്കാൻ. അയാൾ ആക്ച്വലി ചില സിനിമയിലൊക്കെ കുറച്ച് എക്സെൻട്രിക് ആയിട്ടൊക്കെ പെർഫോം ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലേ. ഇതിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയല്ല, വളരെ സെർട്ടിലായിട്ടുള്ള പരിപാടികളൊക്കെയാണ്. പക്ഷെ എന്നാലും അത് എസ് ജെ സൂര്യ അത് കൃത്യം അത് നന്നായി. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടർ അങ്ങനെ കൊടുത്തത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വർക്കായി അയാളുടെ പെർഫോമൻസ്. പിന്നെ നന്നായി അത് അങ്ങനെ കൊടുക്കാം. കാരണം അല്ലാണ്ട് എല്ലാ സിനിമയ്ക്കകത്തും മറ്റേ തരത്തിലുള്ളൊരു വേരിയേഷനും അയാളത് ചെയ്യും, രസമാണ് കണ്ടിരിക്കാൻ. പക്ഷെ അതൊരു ടൈപ്പ് കാസ്റ്റ് ആയി പോവുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആക്ച്വലി വന്നേനെ പുള്ളിക്ക്. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള പരിപാടിയല്ല. ആസ് ആൻ ആക്ടർ പുള്ളിക്ക് ഇതിൽ കിട്ടിയ സാധനം കറക്റ്റ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ശ്യാം വിക്രം പൊളിച്ച്. പിന്നെ തുഷാര വിജയൻ, ഐ ലൈക്ക് ഹർ. എനിക്ക് ഒരു ചെറിയ ക്രഷൊക്കെ ഉണ്ട് ആ നടിയോട്. ആക്ച്വലി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഒട്ടും ഓവറാക്ക പരിപാടി അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒരു കറക്റ്റ് ഒരു ഇതിൽ നിന്നിട്ട് അവർ ചെയ്തിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമ്മാട് മൂഡ് കിടിലൻ ആക്ടറല്ലേ, അടിപൊളിയായിട്ടുണ്ട്. പുള്ളിനെ അതിൽ കാണുന്ന സമയത്ത് തന്നെ ഒരു ഇത് കിട്ടും. ആ ഒരു ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. മാല പാർവതിൻ്റെ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. യെസ്, ചെയ്ത ആൾക്കാരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും പറയാനില്ല കൂടുതൽ. സോ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദ മൂവി ശ്യാം വിക്രം. ലവ് യു ബ്രോ. പിന്നെ ഇതിന് ശേഷം ഏതാണ് ഇനിയിപ്പോൾ വിക്രത്തിൻ്റെ പടം വരാൻ വേണ്ടി പോകുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് അറിയോ, വിക്രത്തിനെ വെച്ചിട്ട് ഇപ്പം ഇതിരിക്കട്ടെ അവിടെ, ഇനിയിപ്പോൾ ഇതിൻ്റെ 1ാം ഭാഗം വരാനുണ്ട്. വരട്ടെ, അതെന്താവുന്നുള്ളത് അറിയില്ല. വിക്രം ശരിക്കും നല്ല സ്ക്രിപ്റ്റ് കിട്ടണം. കിടിലൻ സ്ക്രിപ്റ്റ്, കിടിലൻ സ്ക്രീൻ പ്ലേ, നല്ലൊരു കിടിലൻ ഡയറക്ടറിൻ്റെ കയ്യിൽ പുള്ളിനെ കിട്ടണം. ഇതൊന്നും അല്ല വിക്രം, ഇതിൻ്റെ മേളിൽ നിൽക്കുന്ന ഒരാളാണ്. നല്ല സ്ക്രിപ്റ്റ് വന്ന് നല്ല ക്യാരക്ടറൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ട് ഒരു മാസ് പരിപാടി പുള്ളിക്ക് കൊടുത്തിട്ട് ഒരു മുഴുനീള പരിപാടി. ഇതെന്ന് പറഞ്ഞാൽ മുഴുനീള പരിപാടി ഒന്നുമല്ല. ചിലപ്പോൾ 1ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ മുഴുനീള പരിപാടി ആയിരിക്കും. ഇത് ഒരു മുഴുനീള മാസ് പരിപാടി വിത്ത് ഗുഡ് കണ്ടൻറ്റ്. ആ ലെവലിലൊക്കെ ഈ ഒരു സിനിമ മീൻസ് പുള്ളിക്ക് ഒരു സിനിമ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ ഒരു പ്രത്യേകതരം മനുഷ്യനാണെന്നേ ഞാൻ അങ്ങനെ കാണുന്നേ. ഞാൻ അങ്ങനെ ഒരു സാധാരണ ഒരു ആക്ടറായിട്ടല്ല കാണുന്നത്. ഒരു പ്രത്യേക ഒരു ഓറയും ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡും, അല്ലെങ്കിൽ ഏത് ക്യാരക്ടറാണെങ്കിലും അയാൾ കൊടുക്കുന്ന ഒരു സ്വാഗ് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാനിൽ ഒരു സീനുണ്ട്. പുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അത് പുള്ളിയുടെ വേരിയേഷനിൽ പറയുന്ന വടവടവടവടതാണോ അങ്ങനത്തെ ഒരു സാധനം. അത് പുള്ളിയുടെ വേരിയേഷനിൽ പറയുന്നത് ഒരു പ്രത്യേക പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്, നല്ല സ്റ്റൈലാണ്. പൊളി മനുഷ്യൻ. എന്തായാലും വെരി ഹാപ്പി ഫോർ ദിസ്. പിന്നെ ഇതെന്താ, ഇത് ഹിറ്റ് അടിക്കുമോ? നല്ല പടമാണ്, പക്ഷെ ഇത് ഹിറ്റ് അടിക്കുമോ? ബോക്സ് ഓഫീസ് തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ? അവിടെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ എന്താണ് അവസ്ഥ? അവിടെ ഓടുന്നുണ്ടോ? ആൾക്കാർ കയറുന്നുണ്ടോ? ഇവിടെ എന്തായാലും 2nd ഡേ ഈവനിങ് ഷോവിന് ആളുണ്ട്. വരട്ടെ. ദാറ്റ്സ് ഇറ്റ്.